ഏവർക്കൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കാനഡയിൽ നിന്നും പുറത്തു വരുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ കഴിഞ്ഞ ദിവസം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി വിദേശികളെ കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് വിദേശികളെ കാനഡയുടെ ഒരു പ്രൊവിൻഷ്യയിലേക്ക് താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കും. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിലുള്ള ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് ഫലങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 ജൂൺ 10 എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിച്ച ആളുകൾക്ക് കാനഡ 125 ഇൻവിറ്റേഷനുകൾ അയച്ചിട്ടുണ്ട്. 784 മുകളിൽ സ്കോർ ഉള്ളവർക്കാണ് ഇപ്പോൾ ഇൻവിറ്റേഷനുകൾ അയച്ചിരിക്കുന്നത്. ഇനി 2 പേർക്ക് ഒരേ സ്കോർ ഉണ്ടെങ്കിൽ നേരത്തെ അപേക്ഷിച്ച ആൾക്കായിരിക്കും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 2024 സെപ്റ്റംബർ 12 മുൻപ് അപേക്ഷ സമർപ്പിച്ച ആൾക്കായിരിക്കും ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴത്തെ റൗണ്ടിൽ 125 അല്ലെങ്കിൽ അതിൽ കൂടുതൽ റാങ്കുള്ള ആളുകളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുകൾ സമർപ്പിച്ച തീയതിയും സമയവും അടിസ്ഥാനമാക്കിയായിരിക്കും കട്ട് ഓഫ് തീയതി നിശ്ചയിക്കുന്നത്. ഇതിനു മുന്നേ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിലുള്ള നറുക്കെടുപ്പ് ജൂൺ 2 ആയിരുന്നു. അന്ന് യോഗ്യരായ വിദേശ പൗരന്മാർക്ക് 277 എക്സ്പ്രസ് എൻട്രി ക്ഷണക്കത്തുകൾ നൽകിയിരുന്നു. അതിൽ ഏറ്റവും താഴ്ന്ന റാങ്കുള്ള സ്ഥാനാർത്ഥിക്ക് 726 CRS സ്കോർ ലഭിച്ചത്. 2025 ജൂണിൽ IRCC പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ 2 നറുക്കെടുപ്പ് നടത്തി. ഇതുവഴി വിദേശ പൗരന്മാർക്ക് ആകെ 402 ക്ഷണക്കത്തുകൾ അയച്ചു. 2025 ജൂൺ 10 നറുക്കെടുപ്പിൽ CRS കട്ട് ഓഫ് സ്കോർ 58 പോയിന്റുകളായി ഉയർത്തി. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന 726 എന്ന പോയിന്റിൽ നിന്ന് 784 കൂട്ടി. അപേക്ഷകന്റെ പ്രായം, വിദ്യാഭ്യാസം, ബാക്ക്ഗ്രൗണ്ട്, തൊഴിൽ, ഭാഷാ പ്രാവീണ്യം തുടങ്ങിയ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപേക്ഷകരെ തരംതിരിക്കുന്നത്. ഓരോ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിനും പരിധി ക്രമീകരിക്കുന്നതിന് കാനഡയിൽ ഫെഡറൽ ഭരണകൂടം കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. 2025 മാർച്ച് 25 എക്സ്പ്രസ് എൻട്രി പൂളിലെ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് കാനഡ ജോബ് ഓഫർ പോയിന്റുകൾ നീക്കിയിരുന്നു. ഇത് നിലവിലുള്ളവർക്കും ഭാവിയിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്കും ഒരുപോലെ ബാധകമാകും. കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് ജോബ് ഓഫർ പോയിന്റുകൾ നീക്കം ചെയ്യുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമല്ല. എന്നാൽ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ മേജർ ഗ്രൂപ്പ് 00, ഉദാഹരണത്തിന് സീനിയർ മാനേജ്മെന്റ് സ്ഥാനങ്ങൾക്ക് 200 പോയിന്റുകൾ, മറ്റ് മേജർ ഗ്രൂപ്പ് 00 പ്രകാരം തരംതിരിച്ചിരിക്കുന്നവയ്ക്ക് 50 പോയിന്റുകൾ, മറ്റേതെങ്കിലും വൈദഗ്ധ്യമുള്ള തൊഴിലുകൾക്ക് 50 പോയിന്റുകൾ എന്നിവയ്ക്ക് മാത്രമേ ഇത് ബാധകമാകൂ. എന്താണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം? വിദേശ കുടിയേറ്റക്കാർക്ക് കാനഡയിലെ ഓരോ പ്രൊവിൻഷ്യകൾക്കും ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെയും അവരുടെ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കുന്ന ഒരു ഇമിഗ്രേഷൻ പദ്ധതിയാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. എന്നാൽ ക്യൂബക്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഉപയോഗിക്കുന്നത്. കാനഡയിലേക്ക് കുടിയേറി PR സ്റ്റേറ്റസ് ലഭിച്ച എന്നാൽ കനേഡിയൻ പൗരനല്ലാത്ത ഒരാളെയാണ് പെർമനന്റ് റെസിഡന്റ് എന്ന് വിളിക്കുന്നത്. കാനഡയിൽ നിരവധി PNP സ്ട്രീമുകളുണ്ട്. പ്രവിശ്യയിൽ ജോലി ഓഫറുകൾ ഉണ്ടായിരിക്കുക, ആവശ്യക്കാർ കൂടുതലുള്ള തൊഴിലിൽ ജോലി ചെയ്യുക, പ്രവിശ്യയിൽ മുൻ ജോലിയോ പഠനമോ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രവിശ്യയിൽ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടായിരിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രത്യേക പ്രവിശ്യയുടെയോ പ്രദേശത്തിൻ്റെയോ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ, വിദ്യാഭ്യാസം, തൊഴിൽ പശ്ചാത്തലം എന്നിവയുള്ള ജീവനക്കാർക്കാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം സൃഷ്ടിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, സംരംഭകർ, നൈപുണ്യമുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ചില വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സവിശേഷമായ കുടിയേറ്റ പദ്ധതികൾ ഓരോ പ്രവിൻഷ്യയ്ക്കും പ്രദേശത്തിനും ഉണ്ട്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി കാനഡയിൽ PR ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ശരിയാണോ എന്ന് വിലയിരുത്തുക. അതിൽ വിദ്യാഭ്യാസ യോഗ്യത, വർക്ക് എക്സ്പീരിയൻസ്, ഭാഷാ പ്രാവീണ്യം, വയസ്സ്, കാനഡയിൽ നിങ്ങൾക്ക് ലഭിച്ച തൊഴിൽ ഓഫറുകൾ ശരിയാണോ എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങളുടെ പ്രൊഫൈലിന് അനുയോജ്യമായ പ്രവിശ്യ തിരഞ്ഞെടുക്കുക. പ്രവിശ്യയുടെ സ്ട്രീം എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായി പരിശോധിക്കുക. ഭാഷാ പ്രാവീണ്യം തെളിയിക്കുക. അപേക്ഷാ പ്രക്രിയയിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കണം. പ്രവിശ്യയിൽ താമസിക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് കൃത്യമായി തെളിയിക്കുകയും ചെയ്യണം.